ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കളി കാര്യമാവണം കേട്ടോ. കാർത്തികയ്ക്ക് എന്നേക്കുമായി വിഷ്ണുവിനെ സ്വന്തമാക്കണം, ഈ വീട്ടിൽ മഹാറാണിയെ പോലെ ജീവിക്കണം എന്നൊരു തോന്നൽ ഇനി കാർത്തികയുടെ മനസ്സിൽ തോന്നി തുടങ്ങുന്നു കേട്ടോ. അതിനുള്ള കാരണം മധുശ്രീ തന്നെയാണ്. കാർത്തിക അറിയാതെ മധുശ്രീ പുതിയൊരു കെണി ഒരുക്കുകയാണ്. അതായത് ഈ ഒരു വിഷം കുടിച്ചതിൻ്റെ പേരിൽ ശ്യാമ ഈ ഒരു അവസ്ഥയിലായതിൻ്റെ പേരിലൊക്കെ കാർത്തികയ്ക്ക് പേടി വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇങ്ങനെ കാർത്തികയ്ക്ക് ഒരു ലെറ്റർ വരികയാണ്. കാർത്തികയാണെങ്കിൽ ഈശ്വര എന്നെ പിടിക്കപ്പെടുമോ എന്ന പേടിയിൽ കാർത്തിക അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ ആ കത്തുമായി വരുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം ഇവിടെ കാർത്തിക എന്ന് പറയുന്ന കുട്ടിയുണ്ടോ? ആ ഞാനാണ്. എന്താ, നിങ്ങൾക്കൊരു ലെറ്റർ ഉണ്ട് എന്ന് പറയട്ടോ. എവിടെ നിന്ന്? UK നിന്നാണ് എന്ന് പറയണേ. ഇത് കേൾക്കുന്ന കാർത്തിക ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, UK നിന്ന് എനിക്ക് ലെറ്ററോ? അപ്പോൾ അതെൻ്റെ ഹർഷനായിരിക്കുമോ എന്നൊരു തോന്നൽ കാർത്തികക്കുള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ ആ ലെറ്റർ ആരും കാണാതെ കാർത്തിക പൊട്ടിച്ച് വായിക്കാണ്. അതിൽ ഹർഷൻ്റെ വരികളായിരിക്കും. ഹർഷൻ എഴുതിയിട്ടുണ്ടാവുക, കാർത്തിക ഞാൻ നിനക്ക് മാത്രം വേണ്ടി ജീവിച്ച ഒരുവനാണ്. എന്നാൽ നിന്നെ ഓർത്ത് മാത്രം ഇന്നിവിടെ ഞാനിങ്ങനെ ജോലി സംബന്ധമായി ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ നീ എന്നെ പറ്റിച്ചു വേറൊരുത്തനെ വിവാഹം കഴിച്ചു എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം ഞാൻ വേറൊരു വിവാഹത്തിലോട്ട് പോവാണ്. എൻ്റെ വിവാഹം ഇന്ന ഡേറ്റിനാണ്, അതല്ലെങ്കിൽ ഞാൻ മരണം തിരഞ്ഞെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ അങ്ങനെയാണ് ശരിക്കും റീമെയിൽക്ക് വരുന്നത്. ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെ മരണം എന്ന് ഒന്നും പറയാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ കാർത്തികയ്ക്ക് ഈ ലെറ്റർ കാണുമ്പോൾ കാർത്തിക ആകെ പൊട്ടിക്കരയാണ്. ഈശ്വര, എൻ്റെ ഹർഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ എന്താ ചെയ്യുക? ഹർഷനോട് സത്യങ്ങൾ തുറന്ന് പറയാൻ എനിക്കൊരു നിവൃത്തിയില്ലല്ലോ. സത്യത്തിൽ ഞാൻ വിവാഹം കഴിച്ചു എന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ, പക്ഷേ ഹർഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിവാഹം കഴിച്ചതെന്ന് അറിയില്ല. എന്തായാലും മധുശ്രീക്ക് വിളിക്കാം, അവളാണ് നല്ലത്. കാരണം ഞാൻ ഇവിടെ ഉള്ളത് എങ്ങനെ അറിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ പിറകിൽ മധുശ്രീയാണോ കളിച്ചതെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് കരുതി മധുശ്രീക്ക് വിളിക്കണം കേട്ടോ. ഇതേ സമയം മധുശ്രീ എന്താ കാർത്തിക, എന്താ അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം അവിടെ ശാലിനിയുടെ താമസമായോ, ഞാൻ പിടിക്കപ്പെടുമോ എന്ന പേടിയിലാണ് നിൽക്കുന്നത്. അതൊക്കെ പോട്ടെ, ഹർഷൻ എനിക്ക് വിളിച്ചിരുന്നു എന്ന്, ഹർഷൻ്റെ ലെറ്റർ എനിക്ക് വന്നിരുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന കാർത്തിക, എന്ത് ഹർഷൻ നിനക്ക് ലെറ്റർ അയച്ചെന്നോ? ഹർഷൻ എനിക്ക് ലെറ്റർ അയച്ചിരുന്നു, അത് നിൻ്റെ കളികളില്ലേ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മധുശ്രീ പറയാണ്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. നീ അവിടെ സത്യഭാമയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന സത്യം ഞാൻ ഹർഷനോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. പക്ഷേ ആ ലെറ്റർ ഞങ്ങളല്ല അയച്ചതെന്ന് പറയട്ടോ. ഇതേ സമയം അവിടെ കാർത്തികയോട് ചോദിക്കും, അല്ല ആ ലെറ്റർ അയച്ചു എന്ന് വെച്ച് നീ എന്തിനാ സങ്കടപ്പെടുന്നു? നിനക്ക് സന്തോഷിക്കാനുള്ള വകുപ്പല്ലേ? നിൻ്റെ ഹർഷൻ വിളിക്കാനോ നിനക്ക് ലെറ്റർ എഴുതാനോ അല്ലേ നീ കാത്തിരുന്നത്? ആ സീൻ ഇവിടെ എത്തിയില്ലേ എന്ന് ചോദിച്ചോട് തന്നെ അവിടെ കാർത്തിക പറയണേ, എൻ്റെ ഹർഷൻ എനിക്ക് വിളിക്കുകയോ എന്നെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് സന്തോഷിക്കായിരുന്നു. പക്ഷേ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന ഹർഷൻ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നാണ്. അത് കേട്ട് ഞാൻ സന്തോഷിക്കണം എന്താ നീ പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ, എന്താ ഈ പറയുന്നത്? അങ്ങനെ എഴുതാൻ നിങ്ങൾ തമ്മിൽ ആത്മാർത്ഥ പ്രണയമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാൻ, ഞങ്ങൾ തമ്മിലുള്ള പ്രണയം ആത്മാർത്ഥം തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രണയത്തിനിടയിൽ ആരോ കയറി ഹർഷനെ എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നിനക്കറിയുന്ന കാര്യമല്ലേ, വിഷ്ണുവിനെ ഞാൻ യാഥാർത്ഥ്യത്തിൽ കല്യാണം കഴിച്ച എന്നൊരു സംശയമാണ് ഹർഷനുള്ളിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ അവനെ കല്യാണം കഴിച്ചത് ഹർഷനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണെന്നുള്ള സത്യം അവനെ ആരറിയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ, എടി പൊട്ടി, എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഇത്രയും കാലം ഒരുത്തനെ നീ സ്നേഹിച്ചിട്ട് അവൻ നിന്നെ മനസ്സിലാക്കാൻ അവന് കഴിയുന്നില്ല എങ്കിൽ അവനെപ്പോലെ ഒരു വൃത്തികെട്ടവനെ വിടണം. ആരെങ്കിലും പറയുന്നത് കേൾക്കുന്ന ഒരാളാണോ നിൻ്റെ ഹർഷൻ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഹർഷൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരുടെ വാക്കുകളും കേൾക്കില്ല. അവൻ നേരിൽ കാണുന്ന സത്യം മാത്രമേ വിശ്വസിക്കുള്ളൂ. അത് കേൾക്കുന്ന കാർത്തികയ്ക്ക് ഒരു ഇതൊക്കെ തോന്നണം, അത് സത്യമുണ്ടല്ലോ എന്ന് തോന്നണേ. എന്നിട്ട് പറയണേ, എടി നിനക്കിപ്പോൾ കയ്യിനുള്ളിൽ കിട്ടിയിരിക്കുന്നത് സൗഭാഗ്യം പിടിച്ച ജീവിതമാണ്. സത്യഭാമയുടെ മരുമകൾ ആ ലേബൽ കിട്ടുക എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒന്നും നോക്കാനില്ല. തൻ്റെടിയായ തടിമിടുക്കനായ ഒരു ഭർത്താവിനെയും കിട്ടിയിരിക്കുന്ന സത്യഭാമൻ എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെയും നിനക്ക് കൈക്കുള്ളിലാക്കാം. ആ ശാലിനി എന്ന ആ മാരണത്തെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ നിനക്ക് കിട്ടിയ അവസരം നീ മുതലെടുത്തോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ കാർത്തിക് പറയണില്ല, വിഷ്ണുവേട്ടൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ശാലിനിയാണ്, അതുകൊണ്ട് എനിക്ക് കഴിയില്ല ഇനി ക്രൂരതകൾ ചെയ്യാൻ. ശ്യാമ അങ്ങനെ കിടക്കുന്നതിന് കാരണക്കാരി ഞാനല്ലേ,
ആ ഒരു വിഷമം എന്നിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ കാർത്തിക പറയുകയാണ്. അപ്പോൾ ഉടൻ തന്നെ മാധുശ്രീ ഈ വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ എടുക്കുന്നില്ല, അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീടാണെങ്കിലോ ശ്യാമ എണീറ്റ് നടക്കൽ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ശ്യാമക്ക് വീറും വാശിയും വരികയാണ്. എൻ്റെ കുഞ്ഞേച്ചിക്ക് മുന്നിൽ എനിക്ക് തെളിവ് നികത്തണം, അവൾ എനിക്ക് എന്ത് മരുന്ന് തന്നാലും അതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ടാവുമല്ലോ, അത് അവളുടെ ബാഗിലോ അതല്ലെങ്കിൽ അവളുടെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്താൻ എന്തെങ്കിലും ഒരു തെളിവ് അവളിൽ ഉണ്ടാവുമല്ലോ, അവളുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് കരുതിയിട്ട് ശ്യാമ എന്ത് ചെയ്യും, ആരും അറിയാതെ പതുക്കെ കാർത്തികയുടെ റൂമിൽ ചെന്ന് കയറാനിട്ട്. അങ്ങനെ കാർത്തികയുടെ റൂമിൽ കയറിയിട്ട് ആ റൂമിലുള്ള ഡ്രസ്സുകളെല്ലാം വലിച്ചിടുകയാണ്. ഇതിലൊരു ഡ്രസ്സ് വലിച്ചിടുന്നത് കാർത്തികയുടെ മുഖത്ത് ചെന്നങ്ങ് വീഴുകയാണ്. ഇതേ സമയം കാർത്തിക എന്താടി നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ അരികിലോട്ട് വരികയാണ്. ഈ സമയം ശ്യാമ പറയണേ, ഞാൻ എന്താ കാണിക്കുന്നത്, നിൻ്റെ കണ്ണുകൊണ്ട് കാണാനില്ല. അത് കേട്ട ഉടൻ തന്നെ എൻ്റെ റൂമിൽ നിന്നോട് പരിശോധിക്കാൻ ആര് പറഞ്ഞു, നീ ഒരു കള്ളിയായതുകൊണ്ട് വിഷം കഴിച്ച് എൻ്റെ മക്കളെ കൊല്ലാൻ നോക്കിയത് ഞാൻ കണ്ടു നിൽക്കുന്ന നീ വിചാരിച്ചിരിക്കുന്നത്. അത് കേൾക്കുന്ന കാർത്തിക ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇവൾ ഇത്രയും നേരം ഭ്രാന്ത് പോലെ കാട്ടിക്കൂട്ടിയ ഇവളെന്താ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന ഭാവത്തെ, എടി ഞാൻ എൻ്റെ കുഞ്ഞേച്ചി എങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വെറുതെ ഒന്നല്ലടി, നിൻ്റെ മുഖംമൂടി വലിച്ചൂരാൻ തന്നെയാണ്. നീ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വിഷം തന്നപ്പോൾ അതിൽ ഞാനാണ് അകപ്പെട്ടത്, അത് ദൈവാധീനം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ജീവിച്ചു. അതുകൊണ്ട് നീ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്, ആ സത്യം പറയും, നീ ആരാണ്, ആ സത്യം മര്യാദക്ക് പറഞ്ഞില്ലെങ്കിൽ നീ എന്താടി ചെയ്യാന്ന് പറഞ്ഞിട്ട് കാർത്തിക എന്ത് ചെയ്യും, നീ ഇനി മേലാൽ എൻ്റെ അലമാറയിൽ കയറി ചെക്ക് ചെയ്യുമോ. കാരണം കാർത്തിക പേടിക്കുന്നത് കാർത്തികയുടെ കയ്യിൽ വന്ന ഹർഷൻ്റെ കത്താണ്. അത് കയ്യിൽ ഒതുക്കി പിടിച്ചിട്ടാണ് ഈ ശ്യാമയോട് സംസാരിക്കുന്നത്. എന്നിട്ട് ശ്യാമയുടെ കരണം നോക്കി അടിക്കുമ്പോഴേക്കും കാർത്തികയുടെ കൈ കാണാൻ ആരോ വന്ന് തടയുന്നു. അത് കാണുന്ന കാർത്തിക ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ശാലിനി ആയിരിക്കും. ശാലിനിയെ കാണുന്ന കാർത്തിക ആകെ ഞെട്ടിപ്പോണേ. ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ ശാലിനി പറയണേ, ആര് തന്നു നിനക്ക് എൻ്റെ അനിയത്തിയുടെ ദേഹത്ത് തൊടാൻ, അതിനുള്ള അധികാരം ഞാൻ തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നീ ആരടി നീ ഇവിടുത്തെ വേലക്കാരിയാണ്. സത്യഭാമ എന്താ നിന്നെ പറഞ്ഞത്, ഈ ശ്യാമയുടെ വേലക്കാരി എന്നാണ് നിന്നെ ഉപമിച്ചത്. അതുകൊണ്ട് നിനക്ക് എന്ത് സ്ഥാനമാണ് ഇവിടെ ഉള്ളത്, എൻ്റെ റൂമിൽ കയറാൻ ഇവൾക്ക് എന്ത് അധികാരം എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട ഉടൻ തന്നെ ഇനിയും ഞാൻ അടിക്കും ഇവളെൻ്റെ റൂമിൽ കയറി ഇനിയും പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനിയും അടിക്കുമെന്ന് പറയുമ്പോൾ ശാലിനി കാർത്തികയുടെ കാരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ. ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത അടിയായതുകൊണ്ട് തന്നെ അവിടെ ഒട്ടും സഹിക്കാനാവാതെ കാർത്തിക നിൽക്കുമ്പോൾ സത്യാമ്മ അതിലോട്ട് കയറി വരണം. അപ്പോൾ സത്യാമ്മ എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ കാർത്തിക പറയണേ, ഈ ശ്യാമ എൻ്റെ റൂം നോക്കി പരിശോധിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ആ ഭ്രാന്തിയെ പോലെ അഭിനയിക്കുകയാണ്. എൻ്റെ ഒരു ടോയ്സ് കാണാത്തത് കൊണ്ടല്ലേ ഞാൻ ഇതിനുള്ളിലോട്ട് കയറിയത്, അല്ലാതെ ഞാൻ എന്തിനാ ചെക്ക് ചെയ്ത്, ഇവരെന്നെ അടിച്ചു, സത്യാമ്മ ഇവരെന്നെ അടിച്ചു എന്ന് പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ വിഷ്ണുവിന് കഴിയില്ല കേട്ടോ. വിഷ്ണു കാർത്തികയോട് ചൂടാവണേ, നീ എന്ത് പണിയാണ് കാണിച്ചത്, അവളുടെ സമനില നെറ്റിയിരിക്കണം, അവളൊരു കൊച്ചു കുഞ്ഞല്ലേ, അവൾ നിൻ്റെ ഡ്രസ്സ് വലിച്ചെന്ന് വെച്ച് നീ എന്തിനാ പേടിക്കേണ്ട ആവശ്യം എന്ന് പറയാൻ കേട്ടോ. ഈ സമയം അത് പറയുമ്പോൾ അവിടെ മറുപടിയില്ല. അപ്പോൾ സത്യാമ്മ ചോദിക്കുക, എന്തിനാ കാർത്തിക നീ ഇങ്ങനെ പേടിക്കുന്നത്, അവൾ വലിച്ചിട്ടോട്ടെ, അത് നമുക്ക് പൊന്നിയെ കൊണ്ട് ഒരുക്കി വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അതിനെന്തിനാ അടിക്കാൻ ഒരുങ്ങുന്നത് എന്നിങ്ങനെ കാർത്തികയോട് പറയുമ്പോൾ കാർത്തികയ്ക്ക് അവിടെ വാക്കുകളില്ല കേട്ടോ. അങ്ങനെ ഈ സമയം അവിടെ നിന്ന് സത്യാമ്മ അത് പറഞ്ഞിട്ട് പോവാണ്. ശ്യാമയും കൊണ്ട് പോവാണ്. പക്ഷേ പോകുന്ന പോക്കിനൊക്കെ തുറിച്ച് നോക്കിയിട്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന ആ ഭാവത്തോടു കൂടി പോവുകയാണ്. ഇതേ സമയമാണെങ്കിലോ അവിടെ വിഷ്ണു നിൽക്കുന്നുണ്ട്. വിഷ്ണു പറയണേ, കാർത്തിക നിൻ്റെ സ്വഭാവം ഇത്ര മോശമായിരുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല, ശ്യാമയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ടും അവൾ ഈ പ്രവൃത്തി ചെയ്യുന്നതിൽ നിനക്കെന്താ പ്രശ്നം, ഇത് എൻ്റെയും കൂടി അവളുടെയും കൂടി വീടല്ലേ എന്നിങ്ങനെ തന്നെ അവിടെ ഒറ്റപ്പെടുത്തിയതുപോലെയുള്ള വിഷ്ണുവിൻ്റെ ആ സംസാരം കേട്ടോ. തനിക്കിവിടെ ഈ വീട്ടിലൊരു സ്ഥാനവും ഇല്ലല്ലോ, താൽക്കാലികമില്ലേ എന്ന ആ ഒറ്റപ്പെടുത്തലിൻ്റെ ആ വേദന ശരിക്കും അറിയുമ്പോൾ കാർത്തിക മനസ്സുകൊണ്ട് തീരുമാനിക്കണം, ആഹാ ഈ ശാലിനി എന്ന് പറയുന്നവൾ എനിക്ക് ഇന്നേ വരെ ശത്രു ആയിരുന്നില്ല, പക്ഷേ ഇന്ന് എനിക്ക് ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഇനി വിഷ്ണു എൻ്റെ കൈകളിൽ, വിഷ്ണു എന്നേക്കുമായി എനിക്ക് സ്വന്തം, അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇനി അവൻ്റെ ഭാര്യയായി തന്നെ സത്യഭാമയുടെ മരുമകളായി തന്നെ ഞാൻ ഈ വീട്ടിൽ തുടരുമെന്ന് കാർത്തിക പ്രതിജ്ഞ ചെയ്യാനേട്ടാ. പക്ഷേ ഇനി നടക്കാൻ പോകുന്നത് ഇങ്ങനെയൊന്നുമല്ല. സത്യഭാമ ഈ കലക്ടർ പദവിയെ പുച്ഛിച്ച് തള്ളിയല്ലോ, അതിൻ്റെ ഗുണം എന്തെന്ന് ഇനി സത്യഭാമ അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഒരു കുടുംബിനി ആവുമ്പോൾ, ഒരു കുടുംബം നോക്കാൻ കലക്ടർ ആവുമ്പോൾ കഴിയില്ല എന്ന് പറഞ്ഞ ആ വാക്ക് തിരിച്ചെടുക്കേണ്ട ആ ഒരു സീനിലോട്ടാണ് കേട്ടോ കഥ പോകുന്നത്.